നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് വാട്ടർ ബില്ല് മൊബൈൽ ഉപയോഗിച്ച് അടയ്ക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ മൊബൈലിലുള്ള ഗൂഗിൾ പേ വഴിയാണ് അടയ്ക്കാൻ ശ്രമിക്കുന്നത്. അത് എങ്ങനെ എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെ വീട്ടിലും കണക്ഷൻ കിട്ടിയിട്ടുണ്ടാവും, വെള്ളത്തിന്റെ കണക്ഷൻ. അതിന്റെ ബില്ലാണ് ഈ കാണിക്കുന്നത്. ഈ കാണുന്ന ബില്ല് കിട്ടിയ ആളുകൾക്കൊക്കെ ഓൺലൈനായിട്ട് നമുക്ക് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെയെന്നുള്ളത് നമുക്ക് ഇന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഗൂഗിൾ പേ വഴി എങ്ങനെയാണ് വാട്ടർ ബില്ല് ഫ്രീ ആയിട്ട് അടയ്ക്കുന്നത് എന്നുള്ളത്. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൊബൈൽ ഫോണിലൂടെ ഗൂഗിൾ പേ വഴി വാട്ടർ ബില്ല് അടയ്ക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു മെനു ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും മുകളിലായി പേ ഫ്രണ്ട്സ് ആൻഡ് മർച്ചൻസ്, പേ ബൈ നെയിം ഓർ ഫോൺ നമ്പർ എന്ന് മാറി മാറി വരുന്നുണ്ടാകും. ആ ഒരു സെർച്ച് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ KWA എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് താഴെ കാണിക്കുന്നുണ്ടാവും കേരള വാട്ടർ അതോറിറ്റി KWA ബിൽ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു മെനു കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കേരള വാട്ടർ അതോറിറ്റിയുടെ ആ ഒരു ഓപ്ഷനിൽ എത്തിയിട്ടുണ്ട്. ബില്ല് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. കൺസ്യൂമർ ID ആണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. കൺസ്യൂമർ ID എന്ന് പറയുന്നത് 8 മുതൽ 10 വരെയുള്ള അക്കങ്ങളുള്ള ഒരു നമ്പർ ആയിരിക്കും. അത് നിങ്ങളുടെ വാട്ടർ ബില്ലിൽ നോക്കിക്കഴിഞ്ഞാൽ കൺസ്യൂമർ ID എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടാവും. അത് അവിടെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ കൺസ്യൂമർ ID അടിച്ചിട്ടുണ്ട്. അതിനുശേഷം താഴെ നിക്ക് നെയിം ചോദിക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ അടിച്ചു കൊടുത്താൽ മതി. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസ്യൂമർ ID ആരുടേതാണോ എന്നുള്ളത് ഇവിടെ അടിച്ചു കൊടുക്കുക. നമുക്ക് മനസ്സിലാകുന്ന പേര് അടിച്ചു കൊടുത്താൽ മതി. എക്സാമ്പിൾ പറയുന്നുണ്ട്, ഹോം ആണെങ്കിൽ ഹോം എന്ന് അടിച്ചു കൊടുക്കുക. ഇനി ആരെങ്കിലും പേരിലാണെങ്കിൽ ആ പേരടിച്ചു കൊടുത്താലും മതി. ഞാനിവിടെ ഹോം എന്ന് തന്നെ അടിച്ചു കൊടുത്തു. ഇതിൻ്റെ താഴെ കാണിക്കുന്നുണ്ട്, ഇവിടെ നിങ്ങൾ ഈ ഒരു കൺസ്യൂമർ ID സേവ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ബിൽ പേയ്മെൻറ്റ് സുഖമായി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ കാണിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ഏറ്റവും താഴെ കാണുന്ന കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ട്. ആ അക്കൗണ്ട് ഹോൾഡർ നെയിം വന്നിട്ടുണ്ട്. കൺസ്യൂമർ ID നമ്മൾ കൊടുത്തത് ഇവിടെ വന്നിട്ടുണ്ട്. നിക്ക് നെയിം ഹോം എന്നുള്ളത് നമ്മൾ കൊടുത്തത് ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ലിങ്ക് അക്കൗണ്ട് ടു പേ യുവർ അപ്കമിംഗ് ബിൽസ് എന്നുള്ളതിൻ്റെ താഴെയായി ലിങ്ക് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് ലിങ്ക്ഡ് എന്ന് താഴെ എഴുതി കാണിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ മുമ്പേ അടച്ചിട്ടുള്ള ബില്ലുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കുന്നതാണ്. എത്രയാണ് ബില്ല് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ഒക്കെ കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ എത്രയാണ് അടയ്ക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. 982 രൂപയാണ് അടയ്ക്കേണ്ടത്. ബിൽ ഡേറ്റ് ഡിസംബർ 6 ആണ്. ഡ്യൂ ഡേറ്റ് ഡിസംബർ 21 ആണ്. ബിൽ നമ്പറും ഇവിടെ വന്നിട്ടുണ്ടാകും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബിൽ നമ്പർ നിങ്ങളുടെ ബില്ലിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. താഴെ സ്റ്റാറ്റസ് കാണിക്കുന്നത് നോട്ട് പെയ്ഡ് ആണ്, പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. പേ ബിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ പേയിങ് കേരള വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. 982 രൂപയാണ് പേയ്മെൻറ്റ് വന്നിട്ടുള്ളത്. താഴെ നമ്മുടെ അക്കൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഇനി അത് അല്ലെങ്കിൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് യൂസ് അതർ UPI ആപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഗൂഗിൾ പേ ആയിട്ട് ലിങ്കായി കിടക്കുന്നുണ്ട്. ഞാൻ ഗൂഗിൾ പേയിൽ തന്നെയാണ് അടയ്ക്കുന്നത്. അതുകൊണ്ട് പേ എന്നുള്ള ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ പേയുടെ UPI പിന്ന് അടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അത് അടിച്ചു കൊടുക്കുക. പിന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ടിക്ക് മാർക്ക് എൻ്റർ ചെയ്യുക. ഇപ്പോൾ പേയ്മെൻറ്റ് പോയതായിട്ട് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്. അതിൻ്റെ താഴെയുള്ള ഏരോ കീയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബിൽ പേയ്മെൻറ്റ്
പ്രോസസ്ഡ് എന്ന് ശരി കാണിക്കുന്നുണ്ട്. അതിൻ്റെ ട്രാൻസാക്ഷൻ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. നേരെ പിറകോട്ട് പോകുന്നു. ഇവിടെ നമ്മൾ ഹോമിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഏറ്റവും മുകളിലുള്ള സെർച്ച് ബാറിലായിരുന്നു സെർച്ച് ചെയ്തിരുന്നത് KWA എന്നടിച്ചിട്ട്. ഇനി KWA എന്ന് മുകളിൽ അടിക്കേണ്ട ആവശ്യമില്ല. നേരെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ബിസിനസ്സസ് എന്ന് പറയുന്ന അതിൻ്റെ താഴെയായിട്ട് കേരള വാട്ടർ അതോറിറ്റിയുടെ ആ ഒരു സിമ്പിൾ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റായി തന്നെ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ബില്ല് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എത്രയാണ് എമൗണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിഷ്പ്രയാസം തന്നെ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് മറ്റ് അക്കൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ, അതായത് മറ്റൊരാളുടെ വാട്ടർ അതോറിറ്റിയിലെ ബില്ല് നമുക്ക് അടയ്ക്കണമെങ്കിൽ നമ്മൾ നേരത്തെ സേവ് ചെയ്തത് ഹോം എന്നുള്ള പേരിലായിരുന്നു. അതിൻ്റെ അവസാനം കാണുന്ന ആ ഒരു ഏരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ കൺസ്യൂമർ ഐ ഡി ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ ലിങ്ക് അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പുതിയ ആളെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ നമ്മുടെ വാട്ടർ ബില്ല് വീട്ടിലിരുന്ന് ഗൂഗിൾ പേ വഴി അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ല ഒരു അറിവുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.